ഫേസ്ലെസ് വീഡിയോസ് നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു ഇൻഫർമേഷൻ യൂട്യൂബിൽ ഓടുന്നുണ്ട്. ഇതൊരു മിത്ത് മാത്രമാണ്, ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. നമുക്ക് ഫേസ്ലെസ് വീഡിയോസിനെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. 100% നമുക്ക് അതിനെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ പോളിസിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. കുറേ പഴയ കാര്യങ്ങൾ അവർ എടുത്തു കളഞ്ഞു, അതുപോലെ മറ്റു കുറേ പുതിയ കാര്യങ്ങൾ അവർ അതിൽ ആഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഫേസ്ലെസ് വീഡിയോസാണ് ഏറ്റവും കൂടുതൽ. ഫേസ് കാണിച്ചുകൊണ്ടുള്ള വീഡിയോസ് അതിലും കുറവാണ്. അപ്പം നിങ്ങളും ഫേസ് കാണിക്കാതെ വീഡിയോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അതിനെ മോണിറ്റൈസ് ചെയ്യാനും പറ്റും. അതുപോലെ ആ മോണിറ്റൈസേഷൻ നിങ്ങൾക്ക് നിലനിർത്തിക്കൊണ്ട് പോകാനും പറ്റും. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങൾ നിങ്ങൾ അതിൽ മനസ്സിലാക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഫേസ് കാണിക്കാത്ത ഒരു വീഡിയോ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ വീഡിയോ കാണുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്താണ് ഈ ഫേസ്ലെസ് ചാനൽസ്, അല്ലെങ്കിൽ ഈ ഫേസ്ലെസ് ചാനൽസിലൂടെ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഏത് തരത്തിലുള്ളതായിരിക്കണം. ഇതിൽപ്പെടുന്ന ഒന്നാണ് ടെക് വോയിസ് ഓവർ എക്സ്പ്ലനേഷൻ ചാനൽസ്. അതായത് എന്തെങ്കിലും ടെക്നോളജിയെക്കുറിച്ച് ആ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആളുടെ ഫേസ് ആ വീഡിയോയിൽ കാണിക്കത്തില്ല. എന്ത് ടെക്നോളജിയെക്കുറിച്ചാണോ പറയുന്നത് അതിനെക്കുറിച്ചുള്ള മറ്റെന്തെങ്കിലും വിഷ്വൽസ് ആയിരിക്കും ആ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഫേസ്ലെസ് വീഡിയോസ് ആണ്. അതുപോലെ തന്നെ AI ജനറേറ്റഡ് വീഡിയോസിൽ സ്വന്തം വോയിസ് ഓവർ കൊടുത്ത് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസ്, ആ വീഡിയോസും ഫേസ്ലെസ് വീഡിയോസ് ആണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കുക്കിംഗ് വീഡിയോസ്. ഒരുപാട് കുക്കിംഗ് ചാനൽസിൻ്റെ വീഡിയോസ് ഉണ്ട്. അവരവരുടെ ഫേസ് കാണിക്കാതെ അവരെങ്ങനെയാണോ കുക്ക് ചെയ്യുന്നത് ആ വീഡിയോസ് മാത്രം കാണിച്ചിട്ട് പിന്നെ അവർ വോയിസ് ഓവർ കൊടുത്തിട്ട് ആ കുക്കിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ അതിൻ്റെ റെസിപ്പി, ഈ കാര്യങ്ങൾ വോയിസ് ഓവറിലൂടെ കൊടുക്കും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഒരുപാട് ആളുകൾ ഈ മോണിറ്റൈസേഷൻ അപ്ഡേറ്റ് വന്നതിന് ശേഷം എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ ഞാൻ ഇങ്ങനെയാണ് വീഡിയോസ് ചെയ്യുന്നത്, ഞാൻ ഫേസ് കാണിക്കാറില്ല, ഇത് മോണിറ്റൈസ് ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസും ഫേസ്ലെസ് വീഡിയോസാണ്. അതുപോലെ തന്നെ ചില ഹൗ ടു വീഡിയോസിൽ എന്തെങ്കിലും കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും, പക്ഷേ പറയുന്ന ആളുടെ ഫേസ് അവിടെ കാണിക്കുന്നുണ്ടാവില്ല. ഇതെങ്ങനെ ചെയ്യണം എന്നുള്ള വിഷ്വൽ അതിലൂടെ കാണിക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള വീഡിയോസ്. അതുപോലെ തന്നെ ചില ആനിമേറ്റഡ് വീഡിയോസിൽ നമ്മുടെ വോയിസ് ഓവർ കൊടുത്ത് ആ കഥ ഇങ്ങനെ പറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ഈ ഫേസ്ലെസ് വീഡിയോസിൽ വിടുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഈ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ വീഡിയോസ്. ഈ സ്റ്റോറി പറയുന്ന നെറേറ്ററുടെ ഫേസ് അവിടെ കാണിക്കത്തില്ല, സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ മറ്റെന്തെങ്കിലും വിഷ്വൽസ് അതിൽ കാണിച്ചുകൊണ്ട് ഈ വോയിസ് ഓവറിലൂടെ ആ സ്റ്റോറി ഇങ്ങനെ പറഞ്ഞു പോകുന്ന വീഡിയോസ്. ഇങ്ങനെ പല തരത്തിലുള്ള വീഡിയോസ് നമുക്ക് ഇങ്ങനെ ഫേസ് കാണിക്കാതെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിനാണ് നമ്മൾ ഫേസ്ലെസ് വീഡിയോസ് എന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ജൂലൈ 15, 2025 പുതിയ മോണിറ്റൈസേഷൻ അപ്ഡേറ്റിന് ശേഷം ഇത്തരത്തിൽ ഫേസ് കാണിക്കാതെ ചെയ്യുന്ന വീഡിയോസിനെ നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റുമോ അതോ പറ്റത്തില്ലയോ. അതുപോലെ തന്നെ പുതിയ ചാനൽസ് ക്രിയേറ്റ് ചെയ്യുന്നവരെ ഇതേപോലെ ഫേസ് കാണിക്കാതെ വീഡിയോസ് ചെയ്യുന്നത് സേഫ് ആണോ. അങ്ങനെ നമുക്ക് സേഫായി ചെയ്യണമെങ്കിൽ, അതിനെ മോണിറ്റൈസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മളിവിടെ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഒന്നാമത്തേത്, ഒറിജിനൽ കണ്ടന്റിനെ മാത്രമേ യൂട്യൂബ് മോണിറ്റൈസ് ചെയ്യത്തുള്ളൂ. റിപ്പീറ്റേറ്റീവ് അല്ലെങ്കിൽ റീയൂസ്ഡ് കണ്ടന്റിനെ യൂട്യൂബ് മോണിറ്റൈസ് ചെയ്യത്തില്ല. അത് നിങ്ങളുടെ ഫേസ് കാണിച്ചിട്ടാണെങ്കിലും കാണിക്കാതെ ആണെങ്കിലും അത് ഒറിജിനൽ കണ്ടന്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ യൂട്യൂബ് മോണിറ്റൈസ് ചെയ്യത്തുള്ളൂ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ സ്വയം വോയിസ് ഓവർ കൊടുത്ത് വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മോണിറ്റൈസ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ അതിൽ കംപ്ലീറ്റ്ലി AI ജനറേറ്റഡ് വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞാൽ അത് മോണിറ്റൈസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ഈ സ്ലൈഡ് ഷോ മാത്രം കൊടുത്തു ചെയ്യുന്ന വീഡിയോസ് അതൊരു വാല്യൂ ഡ്രിവൺ കണ്ടന്റ് ആയിരിക്കില്ല, അതിനെ നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. നിങ്ങൾ ഫേസ് കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല, നിങ്ങൾ ഫേസ് കാണിക്കണ്ട. പക്ഷേ നിങ്ങളുടെ സ്വന്തം സ്ക്രിപ്റ്റ്, അത് AI നിന്ന് എടുക്കുന്നതായിക്കോട്ടെ, ChatGPT നിന്ന് എടുക്കുന്ന സ്ക്രിപ്റ്റ് ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ സ്വന്തം നറേഷൻ, സ്വന്തം വോയിസ് ഓവറൊക്കെ കൊടുത്ത് നിങ്ങൾ വീഡിയോ ചെയ്യുവാണെങ്കിൽ അതൊരു വാല്യൂ ഡ്രിവൺ കണ്ടന്റ് ആയിരിക്കും. അതിനെ നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോഴും നിങ്ങൾക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇതിനെ നമുക്ക് ഒന്നും കൂടെ ഡീറ്റെയിലി മനസ്സിലാക്കാം. യൂട്യൂബിൽ ഒരു മിസ് ഇൻഫർമേഷൻ ഓടുന്നുണ്ട്. അതായത് ഫേസ്ലെസ് വീഡിയോസ് നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു ഇൻഫർമേഷൻ യൂട്യൂബിൽ ഓടുന്നുണ്ട്. ഇതൊരു മിത്ത് മാത്രമാണ്, ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. നമുക്ക് ഫേസ്ലെസ് വീഡിയോസിനെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. 100% നമുക്ക് അതിനെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഒരു കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കുക. നമുക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ മെയിനായിട്ട് വേണ്ടുന്നത് 3 കാര്യങ്ങളാണ്. അതിൽ 1 സ്ക്രിപ്റ്റ്, 2 വിഷ്വൽ, 3 വോയിസ്. ഇതിൽ സ്ക്രിപ്റ്റ് അത് നിങ്ങളുടെ സ്വന്തം സ്ക്രിപ്റ്റ് ആണെങ്കിൽ ആ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ AI-യുടെയോ ChatGPT-യുടെയോ ഹെൽപ്പ് എടുത്തോ ഒരു കുഴപ്പമില്ല. അതിൽ നിങ്ങളുടേതായ ഇൻപുട്ടുകളെ കൊടുത്ത് കുറച്ച് മാറ്റങ്ങളൂടെ വരുത്തി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സ്വന്തം സ്ക്രിപ്റ്റായി അവിടെ യാതൊരു പ്രശ്നവും വരുന്നില്ല. രണ്ടാമത്തേത് വിഷ്വലിൽ നിങ്ങൾ സ്വന്തം ഫേസ് കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല, കാണിക്കണ്ട. പക്ഷേ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ വിഷ്വൽ മറ്റുള്ളവരിൽ
നിന്ന് മോഷ്ടിച്ചതോ മറ്റുള്ളവരുടെ വീഡിയോയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നതോ റീയൂസ്ഡ് കണ്ടന്റോ ആകരുത്. നിങ്ങൾ സ്വന്തമായി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വിഷ്വൽ ആയിരിക്കണം. അപ്പോൾ അവിടെയും ഒരു പ്രശ്നം വരത്തില്ല. മൂന്നാമത്തേത് നിങ്ങളുടെ വോയിസ്. അത് നിങ്ങൾ സ്വന്തമായിട്ട് വോയിസ് ഓവർ കൊടുക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവരുടെ വോയിസ് നിങ്ങൾ അതിൽ കൊടുക്കുകയാണെങ്കിൽ അവിടെയും കുഴപ്പം വരുന്നില്ല. പക്ഷേ AI ജനറേറ്റഡ് വോയിസ് ഓവർ കംപ്ലീറ്റ്ലി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം വരും. അതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ഈ 3 കാര്യങ്ങളും ഇതേപോലെ ശ്രദ്ധിച്ച് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ ആ വീഡിയോ ഒരു ഒറിജിനൽ കണ്ടന്റ് ആയിരിക്കും. അത് നിങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് നോക്കുക. അത് ഉറപ്പായിട്ട് യൂട്യൂബ് അത് മോണിറ്റൈസ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾ ഫേസ് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഫേസ് കാണിക്കാതെ തന്നെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് അതിനെ മോണിറ്റൈസ് ചെയ്ത് അതുപോലെ തന്നെ ആ മോണിറ്റൈസേഷൻ എപ്പോഴും നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാനിനി പറയാൻ പോകുന്ന ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതിൽ ഒന്നാമത്തേത് സ്ക്രിപ്റ്റ് നിങ്ങളുടെ ഒറിജിനൽ സ്ക്രിപ്റ്റ് ആയിരിക്കണം. നിങ്ങൾക്ക് AIയുടെ ഹെൽപ്പ് എടുത്ത് സ്ക്രിപ്റ്റ് തയ്യാറാക്കാം. അതിൽ നിങ്ങളുടെ ഇൻപുട്ടും കൂടെ കൊടുത്ത് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അത് നിങ്ങളുടെ സ്വന്തം സ്ക്രിപ്റ്റാക്കി മാറ്റിയെടുക്കുക. രണ്ടാമത്തേത് വോയിസ് ഓവർ. എപ്പോഴും നിങ്ങളുടെ സ്വന്തം വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞാൽ അതിന് മുകളിൽ വരാൻ മറ്റൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലുള്ള മറ്റുള്ളവരുടെ വോയിസ് ഓവറും കൊടുക്കാം. പക്ഷേ AI ജനറേറ്റഡ് വോയിസ് ഓവർ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മറ്റെല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിലും ആ AI ജനറേറ്റഡ് വോയിസ് ഓവറിൻ്റെ ഒറ്റ കാരണം കൊണ്ട് നിങ്ങളുടെ മോണിറ്റൈസേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്ന് വരാം. മൂന്നാമത്തേത് വിഷ്വലിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് എടുത്തു വരേണ്ട കാര്യമാണ്. കാരണം ഇവിടെ നിങ്ങൾ ഫേസ് കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല, ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഫേസ് കാണിക്കണ്ട. പക്ഷേ നിങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ആ വീഡിയോ അത് നിങ്ങളുടെ സ്വന്തം വീഡിയോ ആയിരിക്കണം. മറ്റുള്ളവരിൽ നിന്ന് കോപ്പി ചെയ്യുന്നതോ കോപ്പിറൈറ്റ് കിട്ടുന്ന വീഡിയോസോ അതല്ലെങ്കിൽ റീയൂസ്ഡ് കണ്ടന്റോ അങ്ങനെയുള്ള വീഡിയോസ് ആവരുത്. നിങ്ങൾ സ്വന്തമായി ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ അതിൽ യൂസ് ചെയ്യുക. പലരും ചെയ്യുന്ന കാര്യമാണ് മറ്റുള്ളവരുടെ വീഡിയോസ് എടുത്തിട്ട് ഒരു കാര്യം ചെയ്യാം, അതിൻ്റെ ഓഡിയോ എടുത്ത് കളയാം, അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഓഡിയോ എടുത്ത് കളഞ്ഞിട്ട് ആ വീഡിയോ മാത്രമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ യൂസ് ചെയ്താലും നിങ്ങൾക്ക് അവിടെ മോണിറ്റൈസേഷൻ കിട്ടാനുള്ള ചാൻസ് അവിടെ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ടുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് അവിടെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ആനിമേറ്റഡ് വീഡിയോസ് ചെയ്യുന്നവർ അവിടെ സ്വന്തമായിട്ടുള്ള ആനിമേഷൻ ക്രിയേറ്റ് ചെയ്ത് അതിൽ വോയിസ് ഓവർ കൊടുത്ത് ആ രീതിയിൽ നിങ്ങൾ ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇത്തരത്തിൽ ഫേസ്ലെസ് വീഡിയോസ് ചെയ്ത് പോസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓഡിയൻസ് റിട്ടൻഷൻ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓഡിയൻസ് നിങ്ങളുടെ ആ ഫേസ്ലെസ് വീഡിയോയുടെ എത്ര പാർട്ട് കാണുന്നുണ്ട്, അവർ എത്ര നേരം ആവറേജ് വീഡിയോ ഡ്യൂറേഷൻ തരുന്നുണ്ട് എന്നുള്ളത് നിങ്ങളത് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഓഡിയൻസ് കൂടുതൽ പാർട്ട് കാണുന്നില്ല, പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുക, ഓഡിയൻസിനെ പിടിച്ചിരുത്തുന്ന രീതിയിൽ നിങ്ങൾ ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നിങ്ങൾ കുറേ വീഡിയോസ് പോസ്റ്റ് ചെയ്തതിന് ശേഷവും നിങ്ങൾക്ക് വേണ്ടത്ര വ്യൂസ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ നോക്കുക എവിടേക്കാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി വീണ്ടും വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ വിട്ടുകളയരുത്. വ്യൂസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. മുന്നോട്ട് നിങ്ങൾ വീഡിയോസ് പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഫേസ്ലെസ് വീഡിയോസ് മോണിറ്റൈസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, ഒരു മിത്താണ്, ഒരു തെറ്റിദ്ധാരണയാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഫേസ്ലെസ് വീഡിയോസ് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് ഫേസ്ലെസ് വീഡിയോസിനെ മോണിറ്റൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക, അതുപോലെ ഹൈപ്പ് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.